അപ്പോൾ ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഹൈഡ്രോ കാർബൺസ് ചാപ്റ്ററിലെ ഒരു ക്വിക്ക് റിവിഷനാണ് നോക്കുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് ഹൈഡ്രോ കാർബൺസ് ചാപ്റ്ററിൽ മെയിനായിട്ടും ഉള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമുക്കൊന്ന് അനലൈസ് ചെയ്ത് ഇത് പഠിച്ചു പോകാം. അപ്പോൾ ആദ്യം നമുക്ക് പഠിക്കാനുള്ളൊരു കാര്യം എന്ന് പറയുന്നത് ജോമെട്രിക്കൽ ഐസോമേഴ്സ് എന്താണെന്നാണ്. ജോമെട്രിക്കൽ ഐസോമേഴ്സ്, അപ്പോൾ ഇതിൽ നിന്ന് സ്ഥിരമായിട്ട് വരുന്ന ഒരു ക്വസ്റ്റ്യനാണ് ബ്യൂട്ട് 2ഇൻ്റെ ജോമെട്രിക്കൽ ഐസോമേഴ്സ് വരയ്ക്കാനായിട്ട് ചോദിക്കും സ്ട്രക്ചർ. അപ്പോൾ ആദ്യം നമുക്ക് ബ്യൂട്ട് 2ഇൻ എന്താണെന്ന് നോക്കാം. ഇതാണ് ബ്യൂട്ട് 2ഇൻ. അതായത് നമുക്കറിയാം ബ്യൂട്ടീൻ എന്ന് പറയുന്നതിനകത്ത് എത്ര കാർബൺ ഉണ്ട്? 4 കാർബൺ, C4H8 ആണ്, C4H8. ഇനി ഇതിൻ്റെ സിസ് ഐസോമറുമുണ്ട്, ട്രാൻസ് ഐസോമറുമുണ്ട്, സിസും ട്രാൻസും. അപ്പോൾ എക്സാമിന് നമ്മളോട് ചോദിക്കുന്നത് ഡ്രോ ദ ജോമെട്രിക്കൽ ഐസോമേഴ്സ് എന്ന് പറഞ്ഞ് 2 മാർക്കിന് ചോദിക്കും. അപ്പോൾ നമ്മൾ നോക്കേണ്ടത് സിസ് എന്ന് പറയുമ്പോൾ 2 CH3 ഗ്രൂപ്പും സെയിം സൈഡായിരിക്കണം. സിസ് എന്നുള്ളതിൻ്റെ മീനിങ് തന്നെ അതാണ്. പിന്നെ 2 Hഉം നമ്മൾ ഒരു സൈഡിൽ കൊടുക്കും. അപ്പോൾ 2 ഗ്രൂപ്പുകൾ ഒരു സൈഡിൽ വന്നാൽ അതിൻ്റെ പേരാണ് സിസ് ഐസോമർ എന്ന് പറയും. ഞാൻ ഇവിടെ CH3 ഒരു റെഡ് ബോക്സിനകത്ത് ഇട്ടിട്ടുണ്ട്. ഇത് സിസ് ഐസോമറാണ്. ഇനി നമുക്ക് ഇതിൻ്റെ തന്നെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ട്രാൻസ് ഐസോമറിലേക്ക് നമുക്ക് പോകാം. CH3C ട്രിപ്പിൾ ബോണ്ട് C. നമ്മൾ ആദ്യം തന്നെ CH3 ഞാൻ കൊടുത്തു. നമുക്ക് ഓർക്കാം അതൊരു ഡയഗണലായിട്ട് നമ്മൾ പ്ലേസ് ചെയ്യുന്നു. ഓപ്പോസിറ്റ് സൈഡിൽ സെയിം ഗ്രൂപ്പ് വന്നാൽ അതിൻ്റെ പേരാണ് ട്രാൻസ് ഐസോമർ. അപ്പോൾ അത് നമുക്കൊന്ന് ഡയഗണലായിട്ടുള്ളത് റെഡ് കളറിലൊന്ന് മാർക്ക് ചെയ്ത് വയ്ക്കാം. അപ്പോൾ ഇതൊരു റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്, ഇത് നിർബന്ധമായിട്ട് നോക്കേണ്ടതാണ്. ഓക്കെ, നമുക്കിനി അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്തൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് റിപ്പീറ്റഡായിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. എന്താണ് ബേയേഴ്സ് റിയേജൻറ്റ് എന്ന് 2-3 വർഷങ്ങളിൽ അടുപ്പിച്ച് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ബേയേഴ്സ് റിയേജൻറ്റ് എന്താണെന്ന് നമുക്കൊന്ന് ജസ്റ്റ് എഴുതി നോക്കാം. അപ്പോൾ ബേയേഴ്സ് റിയേജൻറ്റ് നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് അതിൻ്റെ കൂടെയുള്ള ഒരു കാര്യമൂടെ പഠിക്കണം. ബേയേഴ്സ് റിയേജൻറ്റ് എന്തിനാണ് ഉപയോഗിക്കുന്നത് എന്നറിയണം. ഒരു കോമ്പൗണ്ടിൽ ഡബിൾ ബോണ്ട് ഉണ്ടോ ഇല്ലയോ എന്നറിയാൻ വേണ്ടിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മൾ ആൻസർ കീ ആയിട്ട് കണ്ടിട്ടുള്ളത് ടെസ്റ്റ് ഫോർ അൺസാച്ചുറേഷൻ എന്നാണ് ബേയേഴ്സ് റിയേജൻറ്റിൻ്റെ യൂസ് നമ്മൾ കണ്ടിട്ടുള്ളത്. ഇനി നമ്മൾ സ്കൂളിലൊക്കെ ലാബിൽ കണ്ടിട്ടുണ്ടായിരിക്കും ബേയേഴ്സ് റിയേജൻ്റ് എന്ന് ഒരു ബോട്ടിൽ ഒരു സ്റ്റിക്കറൊക്കെ ഒട്ടിച്ച് ഇങ്ങനെ ഒരു പേര് കണ്ടിട്ടുണ്ടായിരിക്കും. ഇനി എന്താണ് കെമിക്കലി ബേയേഴ്സ് റിയേജൻ്റ് എന്ന് ചോദിച്ചാൽ ഇതാണ് എഴുതേണ്ടത്: കോൾഡ്, ഡൈല്യൂട്ട്, ആൽക്കലൈൻ, KMnO4. ഇതാണ് നമ്മുടെ ബേയേഴ്സ് റിയേജൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് എല്ലാവരും പഠിക്കണം. അപ്പോൾ നമ്മളിപ്പോൾ 2 ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തു. ജോമെട്രിക്കൽ ഐസോമേഴ്സും ബേയേഴ്സ് റിയേജൻറ്റും കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമുക്ക് അടുത്ത നോക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് അസറ്റ്ലീൻ്റെ സൈക്ലിക് പോളിമറൈസേഷനാണ്. സൈക്ലിക് പോളിമറൈസേഷൻ. അപ്പോൾ ഇത് പല രീതിയിൽ ക്വസ്റ്റ്യൻ വരും. അപ്പോൾ നമുക്ക് ആദ്യം ഇതിൻ്റെ തിയറി പഠിക്കാം. 3CH ട്രിപ്പിൾ ബോണ്ട് CH, ഇത് വെൽഡിങ്ങിനൊക്കെ ഉപയോഗിക്കുന്നൊരു ഗ്യാസാണ്. എത്ത് വൈൻ എന്നാണ്. വൈൻ മീൻസ് ട്രിപ്പിൾ ബോണ്ട് ഉള്ളതുകൊണ്ടാണ് YNE എന്ന് നമ്മൾ കൊടുത്തത്. ഇതിനെ റെഡ് ഹോട്ട് FE ട്യൂബ്, 873 കെൽവിൻ, ഇതിലൂടെ പാസ് ചെയ്യുമ്പോൾ നമുക്ക് ബെൻസീൻ മോളിക്യൂൾ കിട്ടും. ഇത് റിപ്പീറ്റഡായിട്ട് ചോദിക്കുന്നൊരു ചോദ്യമാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. അത് ഞാൻ വേറൊരു കളറിൽ എഴുതാം. ഇതിൻ്റെ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് ഹൗ വിൽ യു കൺവേർട്ട് എത്വൈൻ ടു ബെൻസീൻ എന്ന് ചോദിക്കാറുണ്ട്. ഇത് കൂടാതെ ചോദിക്കുന്നത് ഇവിടെ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടിട്ട് ഈ ഒരു കൺവേർഷന് വേണ്ട മെറ്റീരിയൽ ഏതാണെന്ന് ചോദിക്കാറുണ്ട്. അതിന് വേണ്ട മെറ്റീരിയലാണ് ഇവിടെ കൊടുത്തിരിക്കുന്ന റെഡ് ഹോട്ട് അയൺ ട്യൂബ്, സൈക്ലിക് പോളിമറൈസേഷൻ. അപ്പോൾ ഇതും മറന്നുപോകില്ല, ഇതൊരു റിപ്പീറ്റഡ് ചോദ്യമാണ്. ഇനി നമുക്ക് ഈ പാഠത്തിൽ നിന്ന് ഒരു നെയിം റിയാക്ഷൻ നോക്കാം. വെരി ഫേമസ് നെയിം റിയാക്ഷൻ, റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്.
അതായത് വുഡ്സ് റിയാക്ഷൻ എന്ന് പറയുന്ന ഒരു നെയിം റിയാക്ഷൻ നമുക്ക് നോക്കാം. വുഡ്സ് റിയാക്ഷൻ ഒന്നുമില്ല. ആൽക്കൈൽ ഹാലൈഡ് ഓർഗാനിക് കെമിസ്ട്രിയിൽ അറിയപ്പെടുന്ന RX എന്നാണ്. ഓൺ ട്രീറ്റ്മെൻറ്റ് വിത്ത് sodium in presence of dry ether, we get higher alkanes. ഇതാണ് 1 മാർക്കിന് നമ്മൾ എഴുതാനുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ്. ഇനി അടുത്ത ഒരു 1 മാർക്ക് നമുക്ക് ഇതിൻ്റെ ഇക്വേഷൻ നോക്കാം. RX + 2Na പ്ലസ് RXന് ഞാൻ തിരിച്ചെഴുതി XR എന്ന് എഴുതി, ആരോ മാർക്ക്, സോഡിയം / ഡ്രൈ ഈതർ എന്ന് എഴുതി. ഇതിൽ നിന്ന് നമുക്ക് റിമൂവ് ചെയ്യേണ്ട പാർട്ട് ഞാൻ റെഡ് കളറിൽ എഴുതാം. 2 സോഡിയവും 2 X ഗ്രൂപ്പും അങ്ങ് ഇറങ്ങിപ്പോയി. അപ്പോൾ അത് 2NaX നമുക്ക് എഴുതാം. ബാക്കി ആരൊക്കെ ഇവിടെ സ്ക്രീനിൽ നിൽപ്പുണ്ട്? ഇത് ഇത്രയും ഇറങ്ങിപ്പോയി. ഞാൻ ഈ സ്ട്രൈക്ക് ചെയ്ത പാർട്ട് അത്രയും പോയി. ബാക്കി ആര് നിൽപ്പുണ്ട്? 2 R ഗ്രൂപ്പ് നിൽപ്പുണ്ട്. അപ്പോൾ ആ R ഗ്രൂപ്പിന് രണ്ടും ജോയിൻ ചെയ്യുക. ഇതാണ് ജനറൽ ഇക്വേഷൻ ഫോർ വുഡ്സ് റിയാക്ഷൻ എന്ന് പറയുന്നത്. ഒന്നുകൊണ്ട് പറയാം. ആൽക്കൈൽ ഹാലൈഡ് RX ഇൻ പ്രസൻസ് ഓഫ് മെറ്റാലിക് സോഡിയം, ഡ്രൈ ഈതർ സോൾവൻ്റ് ആണ്, വി ഗെറ്റ് ഹയർ ആൽക്കെയിൻസ്. RX + 2Na + XR, ആരോ മാർക്ക് RR + 2NaX. അപ്പോൾ ഇതിൻ്റെ തന്നെ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻ ഫോർമാറ്റുകളിലേക്ക് പോകും. റിപ്പീറ്റഡായിട്ട് ഇതിൻ്റെ ആപ്ലിക്കേഷൻ ലെവലിൽ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. അപ്പം അത് നമുക്ക് നോക്കാം. അപ്പോൾ അത് ഇങ്ങനൊരു ക്വസ്റ്റ്യൻ വരികയാണ്. 2CS3Br + 2Na ആരോ മാർക്ക് ഈതർ. ഇത് 2023 ചോദിച്ചൊരു ചോദ്യമാണ്. അപ്പോൾ ഇങ്ങനൊരു ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ സോഡിയം ഈതറും കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാക്കണം ഇത് ഏത് റിയാക്ഷനാണ്, വുഡ്സ് റിയാക്ഷനാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചാൽ ഇതിനെ ഇത്രയും റിമൂവ് ചെയ്യുക. ബാക്കി ആര് നിൽപ്പുണ്ട്? 2CS3. ആ 2CS3ന് നമ്മൾ CS3 ബോണ്ട് CS3 എന്ന് എഴുതുക. ഇതിൻ്റെ പേരൂടെ ഇടുക. 2 കാർബണുണ്ട്, C2. എത്ര ഹൈഡ്രജൻ? 6 ഹൈഡ്രജൻ, C2H6. ദെയർഫോർ കോമ്പൗണ്ടിൻ്റെ പേര് എന്ന് പറയുന്നത് ഈഥെയ്നാണ്. ഓക്കെ. അപ്പോൾ ഇതൊരു മോഡൽ ക്വസ്റ്റ്യനാണ്. ഇത് നിർബന്ധമായിട്ട് നോക്കിയിട്ട് പോവുക. ഓക്കെ. ഇനി നമുക്ക് ഈ പാഠത്തിൽ നിന്ന് തന്നെ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്. മാർക്കോ-നിക്കോവ് റൂളിൽ വെച്ചുകൊണ്ടുള്ള ഒരു അഡിഷൻ റിയാക്ഷനുണ്ട്. മാർക്കോ-നിക്കോവ് റൂൾ. അപ്പം അത് ചിലപ്പോൾ എക്സാമിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ സ്റ്റേറ്റ് എന്നുള്ള രീതിയിൽ ചോദിക്കും. ചിലപ്പോൾ 1 മാർക്കിനൊക്കെ ചോദിക്കും. അപ്പം അത് നമുക്കൊന്ന് നോക്കാം. ദ നെഗറ്റീവ് പാർട്ട് ഓഫ് ദ അറ്റാക്കിംഗ് റിയേജൻറ്റ് goes to carbon atom with least number of hydrogen atom എന്നാണ് ഇതിൻ്റെ തിയറി എന്ന് പറയും. നമുക്ക് നോക്കാം. പ്രൊപ്പീനിലോട്ട് നമ്മൾ അഡിഷൻ നടത്തുന്നു. അപ്പോൾ പ്രൊപ്പീൻ എന്ന് പറയുന്നത് CH3 CH ഡബിൾ ബോണ്ട് CH2. ഇതാണ് നമ്മുടെ പ്രൊപ്പീൻ എന്ന് പറയുന്നത്. ഇതിലോട്ട് നമ്മൾ HBrനെയാണ് യൂഷ്വലി ക്വസ്റ്റ്യനുകളിൽ കണ്ടിട്ടുള്ളത്. HBrനെ നമ്മൾ ആഡ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് ഇങ്ങനൊരു ക്വസ്റ്റ്യൻ കണ്ടാൽ നമ്മൾ ഇതിൻ്റെ മാർക്കോ-നിക്കോ റൂളാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ ഇതിൽ നോക്കുക. നെഗറ്റീവ് പാർട്ട് ഓഫ് ദ അറ്റാക്കിംഗ് റിയേജൻറ്റ്. ഇവിടുത്തെ അറ്റാക്കിംഗ് റിയേജൻറ്റ് എന്ന് പറയുന്നത് നമ്മുടെ HBr ആണ് അറ്റാക്കിംഗ് റിയേജൻറ്റ്. ഈ അറ്റാക്കിംഗ് റിയേജൻറ്റിൽ H+ ആയിട്ടും Br- ആയിട്ടുമാണ് നിൽക്കുന്നത്. എന്നിട്ട് ഈ Br- എവിടേക്ക് പോകുന്നതാണ് മാർക്കോ-നിക്കോയിൽ പറയുന്നത്? ഗോസ് ടു കാർബൺ ആറ്റം വിത്ത് ലീസ്റ്റ് നമ്പർ ഓഫ് ഹൈഡ്രജൻ ആറ്റം. അപ്പോൾ ഇവിടോട്ടാണ് ഹൈഡ്രജൻ ആറ്റം കുറവുള്ളത്. അപ്പോൾ ഇവിടോട്ടാണ് Br- പോകുന്നത്. അപ്പോൾ നമുക്കത് ഫൈനലായിട്ട് എഴുതാം. CH3 CH Br. പിന്നുള്ള ഹൈഡ്രജൻ ആറ്റം ഇവിടോട്ട് വന്ന് അറ്റാക്ക് ചെയ്യും, CH3. ചുരുക്കി പറഞ്ഞാൽ
ബി ആർ മൈനസ് ഇവിടോട്ടും പോവും, ഈ എച്ച് പ്ലസ് ദാ ഇവിടോട്ടും പോവും. അപ്പോൾ നമുക്ക് കിട്ടുന്ന മേജർ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് 2 ബ്രോമോ പ്രൊപ്പെയിൻ ആണ് നടക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതുവരെ കണ്ടത് മാർക്കോനിക്കോ റൂള് കണ്ടു, ബേഴ്സ് റിയേജൻറ്റ് കണ്ടു, പിന്നെ നമ്മൾ കണ്ടത് ജോമെട്രിക്കൽ ഐസോമേഴ്സ് കണ്ടു, പിന്നെ വുഡ്സ് റിയാക്ഷനും കണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ നിർബന്ധമായിട്ടും നോക്കണം. ഇനി അടുത്തൊരു മേജർ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് സ്റ്റാഗേർഡും എക്ലിപ്സ്ഡ് കൺഫർമേഷനും. ഇത് രണ്ടും എക്സാമിന് ചോദിക്കുന്നൊരു കാര്യമാണ്. കൺഫർമേഷൻ എന്ന് പറഞ്ഞാൽ അറേഞ്ച്മെൻ്റ് ആണ്. അതായത് നമ്മുടെ ഈഥൈൻ മോളിക്യൂളിനെ നമ്മൾ അറേഞ്ച് ചെയ്യുന്ന ഒരു രീതിയാണ്. അപ്പം എക്ലിപ്സ്ഡ് എന്ന് പറയുന്നത് നമ്മളത് ഇങ്ങനൊരു ബെൻസിൻ്റെയൊക്കെ സിമ്പൽ പോലെ ഇങ്ങനെ ഒരെണ്ണം ഇതിനെ തന്നെ മറയ്ക്കുകയാണെങ്കിൽ ഇതിൻ്റെ പേരാണ്. അതായത് ബെൻസ് അതേപോലെ തന്നെ വേറൊരെണ്ണം റിപ്പീറ്റ് ചെയ്ത് വരയ്ക്കുന്നു. അതിനെ തന്നെ മറയ്ക്കുകയാണെങ്കിൽ എക്ലിപ്സ്, നമ്മൾ ഗ്രഹണം എന്നൊക്കെ പറയുന്ന പോലെ എക്ലിപ്സ് ചെയ്യുക. പിന്നൊരെണ്ണം എന്ന് പറയുന്നത് ഇത് നിങ്ങൾ ബെൻസിൻ്റെ പോലെ ഒരു സിമ്പൽ വരയ്ക്കുക, പിന്നെ അടുത്തത് ഇങ്ങനെ ഇൻവേർട്ട് ചെയ്ത് വരയ്ക്കുക. ഇൻവേർട്ട് ചെയ്ത് വരയ്ക്കുന്നതാണ് സ്റ്റാഗേർഡ് എന്ന് പറയുന്നത്. ഇതിൽ വേറൊരു പോസിബിൾ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഇതൊരു ക്വസ്റ്റ്യനാണ്, ഇത് രണ്ടും ഡ്രോ ചെയ്യാൻ ചോദിക്കും. എക്ലിപ്സ്ഡ് വരയ്ക്കാനും സ്റ്റാഗേർഡ് വരയ്ക്കാനും ചോദിക്കും. അപ്പോൾ ഇത് വരയ്ക്കുക. ഇനി എക്സാമിന് ചോദിക്കും ഇതിലേതാണ് സ്റ്റെബിലിറ്റി കൂടുതൽ എന്ന് ചോദിക്കും. ഏതാണ് സ്റ്റെബിലിറ്റി നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവോ ഒന്ന്? ഇതിനകത്ത് സ്റ്റെബിലിറ്റി കൂടുതലുള്ളത് സ്റ്റാഗേർഡിനാണ്. കാര്യം ഒന്നൊന്നിനെ മറയ്ക്കിപ്പം ഇവർ തമ്മിൽ എന്ത് നടക്കും? റിപ്പൾഷൻ നടന്നിട്ട് അവിടെ സ്റ്റെബിലിറ്റി കുറയും. പക്ഷേ ഇവിടെ എന്ന് പറയുമ്പം അങ്ങനെ ഒരു അറ്റാക്കിംഗ് പോസിബിലിറ്റി, ഒരു സ്റ്റെബിലിറ്റിയുടെ ഒരു ഇൻ്റർഫറൻസോ ഒന്നും വരുന്നില്ല. അതുകൊണ്ട് ഏറ്റവും ബെസ്റ്റ് കൺഫർമേഷൻ എന്ന് പറയുന്നത് സ്റ്റാഗേർഡാണ്. ഇതും ഒരു 2-3 വർഷത്തെ PYQ ക്വസ്റ്റ്യനാണ്, നിർബന്ധമായിട്ട് നോക്കുക. ഓക്കെ, ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 2 വർഷങ്ങളിൽ റിപ്പീറ്റായിട്ട് ചോദിച്ചിട്ടുള്ളൊരു ചോദ്യമാണ്. കംപ്ലീറ്റ് ദ റിയാക്ഷനിൽ നമുക്ക് 2 ക്വസ്റ്റ്യൻസ് നോക്കാം. അതും അതിൻ്റെ തന്നെ തുടർന്നുള്ള ചോദ്യങ്ങളും നമുക്ക് നോക്കിപ്പോകാം. അപ്പം ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ് അവർ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഒരു ബെൻസീൻ മോളിക്യൂള് തന്നിരിക്കുന്നു. ഒരു ബെൻസീൻ മോളിക്യൂളിൻ്റെ പുറത്ത് CH3Cl അൺഹൈഡ്രസ് AlCl3 ആഡ് ചെയ്യുന്നു. AlCl3 ആഡ് ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് എന്ന് ചോദിക്കും. അപ്പോൾ ഇങ്ങനൊരു ക്വസ്റ്റ്യൻ കണ്ടാൽ ഇവിടെ നടക്കുന്നത് ഈ CH3 ആണ് ഈ ബെൻസീനിലോട്ട് വന്ന് അറ്റാക്ക് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഫൈനൽ പ്രോഡക്റ്റ് ഒന്ന് എഴുതി നോക്കാം. ഇതാണ് ഇവിടെ സംഭവിക്കുന്നത്. ഒന്നുമില്ല, ഇവിടെയുള്ള ഈ CH3 പാർട്ട് ഇവിടോട്ട് വന്ന് അറ്റാക്ക് ചെയ്യും. ഇതിൻ്റെ പേര് മീഥൈൽ ബെൻസീൻ, അല്ലെങ്കിൽ ചിലപ്പോൾ എക്സാമിന് പ്രോഡക്റ്റ് എഴുതാനും പറയും, റൈറ്റ് ദ സ്ട്രക്ചർ ഓഫ് ദ പ്രോഡക്റ്റും കാണും, ഇതിൻ്റെ പേരെഴുതാനും കാണും. അല്ലെങ്കിൽ നമുക്ക് ഇതിനെ എന്തെന്ന് വിളിക്കാം? ടൊളുവീൻ എന്ന് വിളിക്കാം, മറന്നുപോലെ. അപ്പം ഇതിൻ്റെ ഒരു 3 പോസിബിലിറ്റി ക്വസ്റ്റ്യൻസ് ആണ്. ഒന്ന് കംപ്ലീറ്റ് ദ റിയാക്ഷൻ, ഇതൊരു ക്വസ്റ്റ്യനാണ്, സ്ട്രക്ചർ വരയ്ക്കുന്നത്. രണ്ടാമത് പേരെഴുതുന്ന ഒരു ക്വസ്റ്റ്യനാണ്. മൂന്നാമത് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ് ഈ ഒരു റിയാക്ഷനൊരു പേരുണ്ട്, അത് ചോദിച്ചിട്ടുണ്ട്. ഇതിൻ്റെ പേരാണ് ഫ്രീഡൽ ക്രാഫ്റ്റ്സ് ആൽക്കൈലേഷൻ. അപ്പോൾ ഈ കംപ്ലീറ്റ് ദ റിയാക്ഷൻ റിപ്പീറ്റഡ് ക്വസ്റ്റ്യനാണ്, എല്ലാവരും നോക്കിയിട്ട് പോവുക. ഓക്കെ, മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പോൾ അടുത്ത ചോദ്യം എന്ന് പറയുന്നത്, ഒരു ബെൻസീൻ മോളിക്യൂൾ നമ്മൾ വരച്ചിരിക്കുന്നു. ബെൻസീൻ മോളിക്യൂൾ 3H2 വരച്ചു, Ni വരച്ചു, ഹീറ്റ്, ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ തന്നേക്കാണ്. ഇത് വന്നാൽ നമ്മുടെ മെയിൻ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഈ ഡബിൾ ബോണ്ട് എല്ലാം ബ്രേക്കായിട്ട് ഇവിടെ നമുക്ക് വെറുതെ ഒരു ഹെക്സൈൻ കിട്ടും. ഇതിൻ്റെ പേരാണ് സൈക്ലോഹെക്സൈൻ. അപ്പോൾ സ്ട്രക്ചറും പഠിക്കുക, പേരും പഠിക്കുക. 1 മാർക്കിനുള്ള കംപ്ലീറ്റ് ദ റിയാക്ഷൻ ക്വസ്റ്റ്യനായിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, ഇനി ഇതേപോലെ തന്നെ ഒരു നെയിം റിയാക്ഷൻ ക്വസ്റ്റ്യനാണ്. കംപ്ലീറ്റ് ദ റിയാക്ഷൻ ടൈപ്പ് ക്വസ്റ്റ്യനാണ്. CaCO2ൻ്റെ കൂടെ C2ൻ്റെ കൂടെ വാട്ടർ ആഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും എന്നുള്ളത്. അത് CH ട്രിപ്പിൾ ബോണ്ട് CH ആണ്. അത് അസറ്റിലീൻ, അല്ലെങ്കിൽ നമുക്ക് എത്വൈൻ എന്ന് പേര് പറയാം, എത്വൈൻ. ഓക്കെ, അപ്പോൾ അതും നമ്മൾ മറന്നുപോലെ.
ഇനി ഇതിനകത്ത് നമുക്ക് ലാസ്റ്റ് ടോപ്പിക്കിലോട്ട് പോകാം. ലാസ്റ്റ് ഒരു ടോപ്പിക്ക് എന്ന് പറയുന്നത് ഒസോണോളിസിസ് ആണ്. ഒസോണോളിസിസും റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ളൊരു കാര്യമാണ്. ഒസോണോളിസിസ് എന്താണെന്നും എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. ഒസോണോളിസിസ് വെച്ച് പ്രോഡക്റ്റ് പ്രഡിക്റ്റ് ചെയ്യാനും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഒസോണോളിസിസ് നമുക്കൊന്ന് സിമ്പിളായിട്ട് നോക്കാം. എന്താണ് ഒസോണോളിസിസിനകത്ത് നടക്കുന്നത് എന്ന് വെച്ചുകൊണ്ട് നമുക്ക് ആ ഒരു കാര്യം നോക്കാം. അപ്പോൾ എക്സാമിന് ചോദിക്കാറുണ്ട് CH3 CH ഡബിൾ ബോണ്ട് CH CH3. ഇത് നമ്മൾ ക്ലാസ് തുടങ്ങിയപ്പോൾ കണ്ട നമ്മുടെ ബ്യൂട്ട് 2ഈനാണ്. അപ്പോൾ ജനറലായിട്ട് ഇതിന് ഒസോണോളിസിസ് ചെയ്യാൻ ചോദിച്ചാൽ ഒസോണോളിസിസ് എന്ന് പറഞ്ഞാൽ ആരെയാണ് ആഡ് ചെയ്യുന്നതെന്ന് ആദ്യം ഓർത്ത് വെച്ചോണം. ഓസോൺ ആണ് ആഡ് ചെയ്യുന്നത്. O3 O2 അല്ല, O3നെയാണ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് നടക്കുന്നതെന്ന് ചോദിച്ചാൽ ഡബിൾ ബോണ്ട് കാണുന്നിടത്തോട്ട് നമ്മൾ ഇതിനെ അങ്ങ് ഇൻസേർട്ട് ചെയ്യും. CH ഇങ്ങനെ അങ്ങ് ഇൻസേർട്ട് ചെയ്യും. എന്നിട്ട് ബാക്കിയുള്ളതും അതേപോലെ എഴുതും. CH CH3 എന്ന് എഴുതും. ഓക്കെ, ഒന്നുമില്ല. ഈ O3നെ നമ്മളൊരു ട്രയാങ്കിൾ ഷേപ്പിൽ ഒരു കേജ് ലൈക്ക് സ്ട്രക്ചറിൽ നമ്മളിതിനെ ഇങ്ങനെ ഇൻസേർട്ട് ചെയ്യും. ഇനി നമുക്ക് നോക്കാം. ഇനി ഇതിനെ ബ്രേക്ക് ചെയ്യണം. ഓരോനെ അങ്ങ് ഇതങ്ങ് ആവിയായിട്ട് പൊക്കോളും, അതിനെ മൈൻഡ് ചെയ്യണ്ട. ബാക്കി ഇത്രയും ബ്രേക്ക് ചെയ്യുക. അപ്പോൾ ഇതിൽ നിന്നൊരു പ്രോഡക്റ്റ് കിട്ടും, ഇതിൽ നിന്നൊരു പ്രോഡക്റ്റ് കിട്ടും. അപ്പോൾ ഇതൊന്ന് കൂട്ടി വായിച്ച് CH3 CHO CH3 CHO. ഇതൊന്ന് കൂട്ടി വായിച്ച് CH3 CHO. ആരെ കിട്ടി? നമുക്ക് 2 CH3 CHOനെ കിട്ടി. ഇവിടെ 2 കാർബണുള്ള CHO ഗ്രൂപ്പിനെ നമ്മൾ IUPAC നെയിമിങ്ങിലൊക്കെ കണ്ടിട്ടുണ്ട്. ഇവൻ്റെ പേരാണ് എത്തനാൽ എന്നാണ് പേര്. എന്താണ് പേര്? എത്തനാൽ. മറന്നുപോലെ. ഇതുമാരാണ്? എത്തനാലാണ്. 2 മോളിക്യൂൾസ് ഓഫ് എത്തനാൽ. അപ്പോൾ ചിലപ്പോൾ ഇത് ആപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻ ആയിട്ടും ഒക്കെ ചോദിക്കാം. 2 മോളിക്യൂൾസ് ഓഫ് എത്തനാൽ കിട്ടാൻ വേണ്ടി സ്റ്റാർട്ടിങ് കോമ്പൗണ്ട് ഏതായിരിക്കണം? ബ്യൂട്ട് 2ഈനെ എടുത്താലേ നമുക്ക് അതിനെ കിട്ടത്തുള്ളൂ. ഒസോണോളിസിസ് എന്താണെന്ന് ചോദിക്കും. ആൽക്കീൻസ് ആഡ് ഓസോൺ ടു ഫോം എ കേജ് ലൈക്ക് സ്ട്രക്ചർ ഇൻ ദ പ്രസൻസ് ഓഫ് സിങ്ക് ലൈക്ക് എലമെൻറ്റ്സ് ടു ഫോം ആൽഡിഹൈഡ്സ് ഓർ കീറ്റോൺസ്. ഇതിനെയാണ് എന്തെന്ന് പറയുന്നത്? ഒസോണോളിസിസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഷോർട്ട് വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആകുമെന്ന് ഞാൻ കരുതുന്നു. ഹൈഡ്രോ കാർബൺസ് നമുക്കൊരു 10 മാർക്സോളമാണ് ഈ വർഷം ഇമ്പ്രൂവ്മെൻറ്റ് എക്സാമിനുള്ളത്. അപ്പോൾ തുടർന്ന് നിങ്ങൾക്ക് ഏതെങ്കിലും ചാപ്റ്റേഴ്സ് വേണമെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. അതിൻ്റെയും വീഡിയോസ് ഇതേപോലെ ഷോർട്ട് വീഡിയോസ് പ്രിപ്പയർ ചെയ്തിടുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ ഇടയിലേക്ക് ഷെയറും ചെയ്യുക. അപ്പോൾ താങ്ക് യു ഓൾ ഓഫ് യു.